ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു പോകുന്നു. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടും വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി. എന്നാൽ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എന്നാലേ മനുഷ്യനാകൂ. ദേഷ്യത്തിന് 3-4 മിനിറ്റേ ആയുസുള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസിന്റെ വലിപ്പമുണ്ടായി എന്ന് വരാം. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. നാവിന്റെ വകതിരിവാണ് കാതിന്റെ പ്രമാണം. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല, അത് അറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആനന്ദം അധികകാലം നിലനിൽക്കില്ല. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ ശക്തരാക്കുന്നത്. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. ആത്മവിശ്വാസത്തെക്കാൾ വലിയ ആയുധമില്ല. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകിയില്ലായിരിക്കാം, പക്ഷേ ഏതു വെല്ലുവിളിയെയും നേരിടാനുള്ള ധൈര്യം നൽകും. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരും. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനും ദുർബലനായിരിക്കുമ്പോൾ ശക്തനുമായി മറ്റുള്ളവർക്ക് തോന്നാൻ ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. സന്തോഷം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആസ്വദിക്കുന്നതിലാണ്. കൂടുതൽ കേൾക്കുക, കുറച്ചു പറയുക. കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യ സംസാരമാണ്. പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 10 മിനിറ്റിലധികം സമയം ആ സ്ത്രീയെ ഓർക്കാതെ തുടരാൻ കഴിയില്ല എന്നാണ്. ഒരാളുടെ വികാരങ്ങൾ തമാശയായി കാണരുത്. അത് അവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. അന്യരെ സ്വന്തമായി കാണാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്വന്തക്കാരെ സ്വന്തമായി കാണാനാണ് പലർക്കും ഇന്ന് ഏറെ പ്രയാസം. വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാവും. വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. വിഡ്ഢിയും ജ്ഞാനിയും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു വിഡ്ഢി തന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രം സന്തോഷിക്കുന്നു. ഒരു യോദ്ധാവിന് സന്തോഷിക്കാൻ കാരണങ്ങൾ വേണമെന്നില്ല. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. ബന്ധങ്ങൾ സ്വർണം പോലെയാണ്, ഉടച്ചു വാർക്കാം. എന്നാൽ സൗഹൃദം വജ്രം പോലെയാണ്, എളുപ്പത്തിൽ തകരില്ല. തകർന്നാൽ പിന്നെ ചേരുകയുമില്ല. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ ചേരുക. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഉള്ളു തുറന്ന അഭിപ്രായം പറയുന്നവർ എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടും. തേൻ പുരട്ടിയ നുണങ്ങൾ പറയുന്നവർ എന്നും സ്വീകരിക്കപ്പെടും. ഇതാണ് ജീവിതം. അറിയാൻ വൈകുന്ന സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞ കള്ളങ്ങളുമാണ് ഒരുപാട് പേരെ തമ്മിൽ തെറ്റിക്കുന്നത്.
നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ദേഷ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ഇടവരും. നിശബ്ദതയിലൂടെ സഞ്ചരിക്കുക. ചെക്ക്മേറ്റ് പറയേണ്ട സമയമാകുമ്പോൾ മാത്രം മൗനം വെടിയുക. നമുക്ക് ശരിയാകില്ലെന്ന് തോന്നിയാൽ പിന്നെ വിട്ടുകളഞ്ഞേക്കണം. അല്ലാതെ ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് കരുതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉള്ള സന്തോഷം കൂടി ഇല്ലാതാക്കി കളയരുത്. വസ്തുവകകളെക്കാളും മൂല്യമേറിയതാണ് അനുഭവങ്ങൾ. കാരണം ഓർമ്മകളാണ് ജീവിതത്തിലെ യഥാർത്ഥ നിധി. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടി നിങ്ങളോട് എപ്പോഴും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുന്നു. എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കരുത്. ചിലതൊക്കെ ഉള്ളിൽ തന്നെ വെക്കണം. എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകൂ. പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയത്തിന് മാത്രമേ സ്ഥിരതയുണ്ടാവുകയുള്ളൂ. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ല. നല്ലതായാലും ചീത്തയായാലും എന്തിനേയും അഭിമുഖീകരിക്കാൻ ചിലതിനെ അതിജീവിക്കണം, ചിലതിനോട് പൊരുത്തപ്പെടണം. ഒരാളോടുള്ള അമിതമായ വിശ്വാസം അയാളോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടാണ്. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകൾ ക്ഷമിക്കുന്നു. എന്നാൽ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ ചെറിയൊരു തെറ്റും കാരണമാക്കി ഒഴിവാക്കി ബന്ധം പോകുന്നു. ലോകത്തിലെ മുഴുവൻ സ്നേഹവും കൈവരാൻ ഒന്നു മാത്രം മതി: ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക. നിങ്ങൾ തെറ്റായ ആളുകളെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയില്ലെങ്കിൽ ഒരിക്കലും ശരിയായ ആളുകളെ കണ്ടുമുട്ടുകയില്ല. എല്ലാവരും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയണമെന്നില്ല. എന്നാൽ സ്വന്തം മൂല്യം തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാകാൻ നിങ്ങളെ അനുവദിക്കരുത്. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്: അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്ന്. വിജയിക്കാതെ നിവർത്തിയില്ല എന്ന അവസ്ഥയിലാണ് പലരെയും വിജയികളാക്കിയത്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടരുത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത്. ബുദ്ധിമാന്മാർ വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ജോലിക്കിറങ്ങുമ്പോൾ തോൽവിയെക്കുറിച്ച് ഭയക്കുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. സത്യസന്ധമായി ജോലി ചെയ്താൽ സന്തോഷം ലഭിക്കും. വിഡ്ഢികൾ ഈ ലോകത്തെ ചൂഷണം ചെയ്യാൻ ജീവിക്കുന്നു. ജ്ഞാനികൾ ഒരു മികച്ച ലോകം സൃഷ്ടിക്കാനായി ജീവിക്കുന്നു. ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മുഖംമൂടി അണിഞ്ഞവരായിരിക്കും പലരും. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്: ദുഃഖം. ഒരു വിജയി മറ്റുള്ളവരെക്കാൾ ശക്തനായി നിലകൊള്ളുന്നില്ല എങ്കിൽ അവൻ വിലയില്ലാത്തവനായി മുദ്ര കുത്തുന്നു. സ്വന്തം അമ്മയെ വെറുക്കുന്ന പുരുഷനെ ഒരു സ്ത്രീ ഒരിക്കലും വിവാഹം ചെയ്യരുത്. നിങ്ങൾക്ക് ഒന്നാമനായി മാറണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.